ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. ഈ മീൻ വളർത്തുന്ന മീനാട്ടോ, സിലോപ്പിയാണേ. അപ്പോൾ കുറച്ച് തോനെ മീൻ ഇട്ടിട്ടാ. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും ഞങ്ങൾ മൂന്നാളും കൂടി നന്നാക്കുകയാണേ. അമ്മയും ചേച്ചിയൊക്കെ അതിൻ്റെ ചെതമ്പിലൊക്കെ അങ്ങനെ കളഞ്ഞു തരും, ഞാൻ കത്രികയായിട്ട് മുറിക്കും. അതാട്ടോ എൻ്റെ പണി. മൂന്നാളും കൂടെ നന്നാക്കിയോണ്ട് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. വേഗം നന്നാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ. മൂന്നാക്കി എന്നിട്ട് ഒരിച്ചേ നന്നാക്കൽ കഴിഞ്ഞപ്പോൾ പെരും മഴയായിട്ടോ, നല്ല മഴ പെയ്തേ. അത് കഴിഞ്ഞ് ചക്കട ഉണ്ടാക്കുന്ന പരിപാടിയായിട്ടാണ്. ചക്കട ഉണ്ടാക്കാൻ വേണ്ടി ചക്ക അരിഞ്ഞ് നല്ലോണം മിക്സിയിട്ട് അരച്ച് ഏലക്കായും ചേർത്ത് നന്നായി അരച്ചെടുത്തു കേട്ടോ. ഒരു പാനിൽ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചേ. ശർക്കര ഉരുക്കി അരിച്ചിട്ടാട്ടോ എടുക്കുന്നത്. ശർക്കര ഉരുക്കിയതും അരച്ച ചക്കയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തു കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ. ഈ മാവിലേക്ക് പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്തേ. തേങ്ങ ചിരകിയിട്ട് തേങ്ങ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരിപ്പൊടി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നല്ലോണം ചേർത്ത് ഇളക്കി മറച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ നല്ലോണം മിക്സാക്കി എടുക്കണേ. ഒരു നല്ല ടൈറ്റ് വേണ്ട കേട്ടോ, ഒരു ചെറിയൊരു ലൂസാക്കിയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. വാഴയിലേലാട്ടോ ഇത് പരത്താൻ പോകുന്നത്. വാഴയില വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. നല്ല എളുപ്പമാണ്. ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല എളുപ്പമാണ്. ഒന്നിങ്ങനെ അമർത്തി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ മുഴുവനും വേഗം ഇങ്ങനെ അമർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിത്തട്ടിലാട്ടോ ആവിക്കാണ് വേവിക്കണത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ച് ചൂടായിട്ട് തിളച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് അടുക്കി പെറുക്കി വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. ചക്കര അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ മീൻ മുറിക്കലായിട്ടോ. നേരത്തെ നന്നാക്കി വെച്ചതല്ലായിരുന്നോ. പിന്നെ പാകത്തിനുള്ള വെളുപ്പമുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ. പൊരിക്കാനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇനി ഇതിൽ മസാല ചേർക്കാം കേട്ടോ. വെറും സിമ്പിളായിട്ടുള്ള മസാല ആയിട്ടോ ചേർക്കാറുള്ളൂ ഞാൻ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് പുളിവെള്ളവും ചേർത്ത് കൊടുക്കും കേട്ടോ. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള മസാല കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുത്തിടുന്നോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഈ മസാലയ്ക്ക് മീനിട്ട് നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ചെയ്യണത്. മീനിൽ നല്ലോണം അരപ്പ് തേച്ച് മാറ്റി വെച്ചു കേട്ടോ. ഇനി അടുത്തത് കറിക്കുള്ള വണ്ടിയുള്ളതാട്ടോ. തക്കാളി കട്ടാക്കി വെച്ച് പച്ചമുളകും കീറി വെച്ചു. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും ഈ കട്ടിംഗ് ബോർഡും വെച്ച് തന്നെ കുത്തുട്ടോ. എളുപ്പപ്പണിയാണ്. ചിലപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ അരച്ചിട്ടെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ കറിക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുത്തുന്നതല്ലേ ടേസ്റ്റ്. അപ്പോഴേക്ക് ചക്കട വെന്തിട്ടുണ്ട് കേട്ടോ. കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ച സമയപ്പോഴേക്ക് ചക്കട ആയിട്ടുണ്ടേ. ചായയും തിളപ്പിച്ചിട്ടോ ഞാൻ അതിനിടയിൽ കൂടെ. ചക്കടയും കട്ടൻ ചായയാണ് കേട്ടോ. ഇവിടെ ചക്കട എനിക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഏട്ടനത് വലിയ ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വേഗം ചായ കുടിച്ചു കേട്ടോ. മക്കൾക്ക് ഇപ്പോൾ വേണ്ട പറഞ്ഞേ. പക്ഷെ മഴ പോയിട്ടോ. ചായ കുടിയായപ്പോഴേക്ക് മഴ പോയി. പിന്നെ ഇവക്കുട്ടി വന്നത് ചായ കുടിക്കാൻ വേണ്ടി. ഇവക്കുട്ടി അത് കോർക്കൊക്കെ ഉപയോഗിച്ചിട്ടാട്ടോ തിന്നണത്. ചായ കുടി കഴിഞ്ഞു അടുത്ത പരിപാടിയായിട്ടോ. മീനൊക്കെ മസാല പുരട്ടി വെച്ചതല്ലേ. പിന്നെ മീൻ പൊരിയായിട്ടോ. അപ്പോൾ എണ്ണ ചൂടായ ചട്ടിക്ക് ഒരു കറിവേപ്പിൻ്റെ വെച്ച് കൊടുത്ത് മീനുകളൊക്കെ ഓരോന്നാക്കി പെറുക്കി വെച്ചു കേട്ടോ. ഇപ്പോൾ ഒരു നേരത്തേക്കുള്ള മീൻ വേണ്ടി മാത്രമേ ഞാൻ പൊരിക്കാനുള്ളൂ കേട്ടോ. കുറച്ച് മീൻ മാത്രം പൊരിച്ചെടുക്കുകയാണേ. പൊരി അടുപ്പത്ത് വെച്ച് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കറിക്കും കൂടി വെച്ചിട്ടോ. ചട്ടി ചൂടായതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കും കേട്ടോ. ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ കറിക്കൊക്കെ. അപ്പോൾ ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കും കേട്ടോ കറിയിൽ. ഉലുവ ഏകദേശം പൊട്ടി വന്ന് ആ സമയമായപ്പോഴേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ. കറിവേപ്പില ഇട്ട് തക്കാളി ഇട്ട് പച്ചമുളകും ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കും കേട്ടോ. പിന്നെ കേട്ടോ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തത് അതും ഒന്ന് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കും കേട്ടോ. അപ്പോഴേക്കും മീൻ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പൊരിഞ്ഞ് വന്നിട്ടുണ്ടേ. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് പൊരിച്ച് വെച്ച മീനിൽ കുറച്ച് സവാള വെച്ച് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഉടച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ ഇടയ്ക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണത്. മസാല അധികമായിട്ടൊന്നുമില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ ചേർത്ത് കൊടുക്കണുള്ളൂ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാനാണ് കേട്ടോ. ആ ചുവപ്പ് വരണം. മുളക് പൊടീൻ്റെ ചുവപ്പ്